ഇന്നു കളിയാട്ടം ഇടവം 15 മലയാള മാസം ഇടവം 15 തുടങ്ങുന്ന കളിയാട്ടം കളിയാട്ടക്കാവിലമ്മക്ക് ഉത്സവം. ഭക്തർ കോഴിക്കുതിരകളുമായി കാവിലമ്മക്ക് മുമ്പിലെത്തുന്ന ദിവസം. മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മുന്നിയൂർ കളിയാട്ടക്കാവിലെ കളിയാട്ട മഹോത്സവത്തിലൂടെയാണ്. ഇടവമാസത്തിലെ വെള്ളിയാഴ്ചയാണ് കളിയാട്ടം. ജാതി മത പേരുകൾക്കപ്പുറം എല്ലാവരും കൊണ്ടാടുന്ന ഒരു ഉത്സവം കൂടിയാണ് കളിയാട്ടം. ഈ വർഷത്തെ കോഴിക്കളിയാട്ടം മെയ് 29 വെള്ളിയാഴ്ചയായിരുന്നു. നാസിക് ഡോളുകളുടെ ശബ്ദകോലാഹലങ്ങൾ കോഴിക്കുയിലുകൾക്കായി നീങ്ങുന്ന ഭക്തർ കളിയാട്ടക്കാവിലമ്മക്ക് ഉത്സവം. മലപ്പുറം ജില്ലയിലെ മുന്നിയൂർ കളിയാട്ടം മലബാറിലെ പ്രശസ്തമായ ക്ഷേത്രോത്സവങ്ങളിൽ ഈ വർഷത്തെ അവസാനത്തെ ക്ഷേത്രോത്സവമായി കൊണ്ടാടപ്പെടുന്ന ഉത്സവമാണ് കളിയാട്ടം. നാട്ടിലെ ഉത്സവങ്ങൾക്ക് തിരശ്ശീല വീഴുകയായി. ഇനി ഒരു വർഷം കാത്തിരിപ്പിൻ്റെ കാലം ഉത്സവങ്ങൾക്ക് വേണ്ടി. മമ്പുറം ചെങ്കലവിത്തങ്ങളുടെ കാലത്ത് തുടങ്ങിയ ഉത്സവം തോറ്റമ്പാട്ടിൻ്റെയും ചില പ്രാചീന രേഖകളുടെയും അടിസ്ഥാനത്തിൽ തുടങ്ങിവെച്ച കളിയാട്ടം കാപ്പൊഴിച്ചാൽ ആ ദേശമാകെ അത് കഴിവരെ ഉത്സവമാണ്. ദേശത്തിൻ്റെ ഒരു കാർഷിക ഉത്സവം കൂടിയാണ് കളിയാട്ട ഉത്സവം. പല ദേശക്കാരുടെയും കൊയ്ക്കുതിരയും കെട്ടി പൊടിപ്പാറും വരവുകളാണ് നമ്മൾക്ക് കാണാൻ കഴിയുക. പല ജാതിയും പല മതവും ഒന്നായി ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുക. കളിയാട്ടത്തിൻ്റെ മഹോത്സവം മതസൗഹാർദ്ദത്തിൻ്റെ ഉത്സവം കൂടിയായി കാണപ്പെടുകയാണ്. കൊയ്ക്കുതിരകളുടെ ചുവടുകളിലും ചെണ്ടമേളത്തിൻ്റെ നാദങ്ങളിലും ഉണരുന്നൊരു ഗ്രാമത്തിൻ്റെ ആത്മാവാണ് കളിയാട്ടക്കാവ്. നാസിക് ഡോളുകളുടെയും പുതിയ തലമുറയുടെ ചെണ്ടമേളകളുടെയും നാസിക് ഡോളിൻ്റെയും നാദങ്ങളുടെ ഉളൻ കൊണ്ട് ഉണരുകയാണ് ഈ ഗ്രാമം ഒരാഴ്ചക്കാലം. ഗ്രാമത്തിൻ്റെ ആത്മാവാണ് കളിയാട്ടക്കാവ്. മഴമയും വിശ്വാസവും ആഘോഷങ്ങളും ഒന്നിച്ചു ചേരുന്ന ഈ നാൾ ഓരോ മനസ്സിലും പേടിച്ചൊരു അനുഭവമായി നിലനിൽക്കും. വിളക്കുകളുടെ വെളിച്ചവും കളിയാട്ടക്കാവിൻ്റെ നിറങ്ങളാൽ വലിയ പൊയ്ക്കുതിരകളുടെ കളിയാട്ടവും കാണുവാൻ പണ്ടുകാലങ്ങളിലായി ഐതിഹ്യങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നെന്ന് തോന്നും. ഗ്രാമീണ കലാരൂപങ്ങളുടെയും മഹത്വവും നാട്ടിൻപൂർവ്വത്തിൻ്റെ ഐക്യവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷവേള. തലമുറകളിലൂടെ പകർന്നു പോരുന്ന സംസ്കാരത്തിൻ്റെ മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് കളിയാട്ടം. ഓരോ ചുവടുകളിലും പാരമ്പര്യത്തിൻ്റെ അഭിമാനവും ഓരോ നിമിഷത്തിലും ഉത്സവത്തിൻ്റെ ആവേശവും നിറഞ്ഞ കവിഞ്ഞൊരു കളിയാട്ടം. മനോഹരമായൊരു ഓർമ്മപ്പെടുത്തലാണ് കളിയാട്ടം. കളിയാട്ടക്കാവിലമ്മക്ക് ഉത്സവം എന്നാണ് ആ ദിവസം. ആഘോഷിക്കുന്ന ഓരോ തലമുറയുടെയും പകർന്നു പോരുന്ന സംസ്കാരത്തിൻ്റെ മനോഹരമായ ഓർമ്മപ്പെടുത്തലായിരിക്കും ഇന്നത്തെ ഈ നാളുകൾ. ഓരോ ചുവടിലും പാരമ്പര്യത്തിൻ്റെ അഭിമാനവും ഓരോ നിമിഷത്തിലും ഉത്സവത്തിൻ്റെ ആവേശവും നിറഞ്ഞ കളിയാട്ടക്കാവ് ഹൃദയത്തിലെന്നും മായാത്തൊരു അനുഭവമായി തുടരുകയാണ് കളിയാട്ടം. കളിയാട്ടം കാണുമ്പോൾ പണ്ടുകാലങ്ങളുടെ ഐതിഹ്യങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെന്നും തോന്നിപ്പോകുന്നൊരു നിമിഷമാണ്. ഗ്രാമീണ കലാരൂപങ്ങളുടെ മഹത്വവും നാട്ടിൻപുറത്തിൻ്റെ ഐക്യവും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഇളവേള. ഇല്ലാത്ത ആഘോഷം. തലമുറകളിലൂടെ പകർന്നു പോരുന്ന സംസ്കാരത്തിൻ്റെ മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കളിയാട്ടത്തിൻ്റെ നിമിഷങ്ങൾ. കുട്ടിച്ചിറ പള്ളിയിൽ വന്ന് അനുഗ്രഹം വാങ്ങിപ്പോകുന്ന ഭക്തജനങ്ങളുടെ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ആ ദിവസമാണ് ഇന്ന് കളിയാട്ടം. കളിയാട്ടത്തിൻ്റെ നിമിഷം നിറഞ്ഞിരിക്കുന്ന കളിയാട്ടക്കാവിൻ്റെ ിൻ്റെ ഒരു പാരമ്പര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം മലബാറിലെ കാർഷിക ഉത്സവം തന്നെ നമുക്ക് പറയാം ഈ ഉത്സവത്തെ. കാരണം ഇവിടെ കർഷകരൊത്തൊരുമിച്ച് കർഷകർക്ക് വേണ്ടുന്ന വിത്തും വളവും കൈക്കോട്ടും എല്ലാം കർഷകർക്ക് ആവശ്യമുള്ള ഒരു വർഷത്തേക്ക് കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും ഇവിടെ വിൽപ്പനക്കുണ്ട്. ഇവിടെ കിലോമീറ്ററോളം നമുക്ക് നടന്നു കാണാൻ റോഡിലെ 2 സൈഡുകളിലും കാർഷിക ഉത്സവത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു ഉത്സവമായി കാണാം. ആഘോഷിച്ച് വരുന്ന വരവുകളിൽ
കളിയാട്ടക്കാവിലേക്ക് നീങ്ങുന്ന പൊയ്ക്കാൾ കുതിര സംഘങ്ങളെയും നമുക്കിവിടെ കാണാം. ഇതാണ് ഈ പാരമ്പര്യത്തിൻ്റെ ദേശത്തിൻ്റെ പാരമ്പര്യം വിരിച്ചോടുന്ന കൗതുകം. ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഉത്സവത്തിൻ്റെ ആവേശവും അഭിമാനവും ഓരോ നിമിഷത്തിലും ഇറങ്ങി നിൽക്കുന്ന കളിയാട്ടക്കാവ് ഹൃദയത്തിലെന്നും മായാത്തൊരു അനുഭവമായി തുടരട്ടെ. അതുകൊണ്ടാണ് കളിയാട്ടം കാപ്പൊലിച്ചാൽ ആ ദേശമാകെ അത് കഴിയും വരെ ഉത്സവമായി നിലനിൽക്കുന്നത്. ഓരോ വീടുകളിലും ദേശത്തിൻ്റെ കാർഷിക ഉത്സവം കൂടിയായി കളിയാട്ടത്തെ കണക്കാക്കുന്നു. പല ദേശക്കാരുടെയും പൊയ്കുതിരയും കെട്ടി പൊടി പാറിച്ച വരവുകളാണ് നമുക്ക് ഈ കളിയാട്ടത്തിലൂടെ കാണാൻ കഴിയുക. കളിയാട്ടം ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അടുത്ത വർഷവും ഇനിയും വീണ്ടും കാണാൻ എന്ന ആവേശത്തോടെയാണ് ഓരോ ഭക്തരും ഓരോ കളിയാട്ടക്കാവിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ആളുകളും ഇടവാങ്ങുന്നത്. കളിയാട്ടക്കാവിലെ അമ്മയോട് പറയുന്ന ഭക്തരാണെങ്കിൽ അടുത്ത വർഷവും ദേശത്തിൻ്റെ കാളയും കുതിരയും കെട്ടി വരാമെന്ന വിടവാങ്ങലയോടെയാണ് വിടവാങ്ങുന്നത്. ഈ ഒരു കാഴ്ചയും നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്ത വർഷം ഇതേപോലെ പൊയ്ക്കുതിരകളും കെട്ടി വരാമെന്ന സന്ദേശവും നൽകിയാണ് ഭക്തർ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് നൽകണേ. ലൈക്ക് അടിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിൻ്റെ പേര് ക്ലേപോട്ട് ബ്ലോഗർ എന്ന ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലത്തെ ഉത്സവങ്ങളും വ്ലോഗേഴ്സുകളും ഇനിയും ഒരുപാട് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുമെന്ന പ്രതീക്ഷയിലാണ്. ഇനിയും നിങ്ങളുടെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ചാനലിനെ കുറിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, നമ്മുടെ കമൻട്രിയിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, ഇതെല്ലാം നിങ്ങളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ സ്വീകരിച്ച് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ചാനലിലൂടെ വരുത്തുന്നതാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലേപോട്ട് ബ്ലോഗർ.
മലബാറിലെ അവസാനത്തെ ഉത്സവമായ കളിയാട്ടം ഇന്ന് അരങ്ങേറുകയാണ്. ഇന്നത്തോടെ ഈ സീസണിലെ അവസാന ഉത്സവം അവസാനിക്കുകയാണ്. ഇടവം 15-ന് ആരംഭിക്കുന്ന ഈ കളിയാട്ടം ഇവിടെ സമാപിക്കുകയാണ്. ഭക്തജനങ്ങൾ കൊയ്ത്തുതിരകളുമായി കളിയാട്ടക്കാവിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലൈപ്പോട്ട് പോകാം. ഇന്ന് മലബാറിലെ അവസാനത്തെ ഉത്സവമായ കളിയാട്ടം ഇന്ന് അരങ്ങേറുകയാണ്. ഇന്നത്തോടെ ഈ സീസണിലെ അവസാന ഉത്സവം